ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കാം. യേശു കണ്ണുനീർ വാർത്തു. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വചനമാണ്, 3 വാക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ കണ്ണുനീർ വാർത്തതായ 3 അനുഭവങ്ങളെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് യേശു കണ്ണുനീർ വാർത്തത്? യേശു കരഞ്ഞതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ പല ദൈവദാസന്മാരും കരഞ്ഞതായിട്ട് കാണുന്നുണ്ട്. സഹോദരിമാര് കരഞ്ഞിട്ടുണ്ട്, സഹോദരന്മാര് കരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ചിലപ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ, ചിലപ്പോൾ സങ്കടമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, ഭാരമുണ്ടാകുമ്പോൾ നമ്മളും പലപ്പോഴും നമ്മൾ കരയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, താങ്ങുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ആനന്ദം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ ചിലർ കരയാറുണ്ട്. പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ടാക്കുന്ന, വളരെ ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആനന്ദാശ്രു അല്ലെങ്കിൽ ആനന്ദ കണ്ണുനീർ ഒഴിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യത്തിൽ അബ്രഹാം സാറായുടെ മരണത്തെ ഓർത്ത് കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഉൽപ്പത്തി 27-38 യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖത്തോടുകൂടി കരയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. 1 ശമൂവേൽ 1:8 വായിക്കുമ്പോൾ ഇവിടെ ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഭാരത്തോടുകൂടി തന്റെ സങ്കടയാചനയുമായിട്ട് തനിക്ക് ഒരു തലമുറ ലഭിക്കുവാൻ വേണ്ടി വളരെ ഭാരത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 41 ദാവീദ് തകർന്ന കരയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 20:11 മറിയ ദൈവസന്നിധിയിൽ കരയുന്നതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 2:4 പൗലോസ് അപ്പോസ്തലൻ കരയുന്നതായിട്ട് ഉള്ള ഭാഗങ്ങൾ കാണാൻ കഴിയും. വെളിപ്പാട് 5:4 അപ്പോസ്തലനായ യോഹന്നാൻ കരയുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ അനേക ദാസന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, പ്രത്യേകമായ അവസ്ഥകളിൽ അവര് ദൈവസന്നിധിയിൽ കരയുവാനും നിലവിളിക്കുവാനും ഒക്കെ മുഖാന്തരമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, യേശു കർത്താവ് കരഞ്ഞ 3 സന്ദർഭങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് കണ്ണുനീർ വാർത്തത്? യോഹന്നാൻ 11:35 കൊടുത്തിരിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. എന്തിനു വേണ്ടി യേശു കണ്ണുനീർ വാർത്തു? നമുക്കറിയാം, ആ ലാസർ മരിച്ച് 4 ദിവസമായിരിക്കുന്നു. സഹോദരിമാരായ മാർത്തയും മറിയയും വളരെയധികം ദുഃഖത്തോടുകൂടി ആയിരിക്കുന്നു. ആ സമയത്ത് യേശു കർത്താവ് അവരെ വിസിറ്റ് ചെയ്യുകയാണ്, അവരെ കാണാൻ വരികയാണ്. അവരെ കാണാൻ വന്ന് അവരുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ യേശു കർത്താവ് അവരുടെ ആ ദുഃഖഭവനത്തിൽ, ആ വേദനയോടെ ആയിരിക്കുന്ന ആ കുടുംബത്തിൽ, തങ്ങളുടെ ആ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കുന്ന ആ ഒരു ദുഃഖഭവനത്തിൽ, ഒരു നഷ്ടത്തിലായിരിക്കുന്ന കുടുംബത്തിൽ, നഷ്ടത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു കുടുംബത്തിൽ, ഒരുപക്ഷെ ഒരിക്കലും റീസ്റ്റോർ ചെയ്യാൻ കഴിയാതിരിക്കുന്ന, തിരിച്ചു പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന, അഗാധമായ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ കുടുംബത്തിൽ യേശു കണ്ണുനീർ വാർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ഇന്ന് നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു. ഇന്നെൻ്റെ മുമ്പിലായിരിക്കും നിങ്ങൾ, ഒരുപക്ഷെ വചനം കേട്ടുകൊണ്ടിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരിക്കലും നികത്തുവാൻ കഴിയാത്ത എന്തെങ്കിലും നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും റീസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല, എനിക്കൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇനി തിരികെ പ്രാപിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സാമ്പത്തികമായ മേഖലയിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു, വലിയ കഷ്ടമുണ്ടായിരിക്കുന്നു, ഒരിക്കലും എനിക്ക് ഇനി തിരിച്ചു കയറുവാനായിട്ട്, ഈ അവസ്ഥയിലൊന്നും കയറാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നത്? ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാതിരിക്കുന്ന നഷ്ടത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു. അവിടെ യേശു കർത്താവ് മാർത്തയുടെയും മറിയയുടെയും അവസ്ഥ കണ്ട്, തങ്ങളുടെ പ്രിയ സഹോദരൻ നഷ്ടപ്പെട്ട് വേദനയിലായിരിക്കുന്ന ആ സഹോദരിമാരുടെ അവസ്ഥ കണ്ട് അവരോട് ഏകീഭവിച്ച് ആ കുടുംബത്തിൻ്റെ
ആ ദുഃഖത്തിൽ ഏകീഭവിച്ച് യേശു കരയുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ദുഃഖത്തെ ഓർത്തു, പക്ഷെ മക്കളെ ഓർത്തായിരിക്കും നിങ്ങൾ ദുഃഖിക്കുന്നു. എൻ്റെ മകൻ്റെ അവസ്ഥ, എൻ്റെ മകളുടെ അവസ്ഥ കർത്താവെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. കർത്താവെ, അവർക്കൊരു യഥാസ്ഥാനമുണ്ടോ? അവർക്കൊരു നല്ല ഭാവി ഉണ്ടോ? അവർക്കൊരു അനുഗ്രഹമുണ്ടോ? അവർക്കൊരു വിടുതലുണ്ടോ എന്നായിരിക്കാം നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത്, നിങ്ങളിന്ന് ഭാരപ്പെടുന്നത്. കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു, കർത്താവ് നിങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നു. തിരുവചനം പറയുന്നു, യേശു കണ്ണുനീര് വാർത്തു. ഒരു കാര്യം അറിയണം ദൈവമക്കൾ, നമ്മൾ കരയുന്നത് പോലെ കർത്താവ് കണ്ണുനീര് വാർത്തു കഴിഞ്ഞ് തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ മറുപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ ദൈവപ്രവൃത്തി ഉണ്ടാവും. ഇവിടെ യേശു കർത്താവ് കണ്ണുനീര് വാർക്കുക മാത്രമല്ല, യേശു കർത്താവ് മരിച്ച് മാറ്റം വെച്ച് 4-ാം ദിവസമായിരുന്ന ആ ലാസറിനെ യേശു കർത്താവ് ഉയർപ്പിച്ച് അവർക്ക് തിരികെ കൊടുത്തു. ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് ലോകം വിധി എഴുതി. അതെ, ശവക്കല്ലിലെ കല്ലെല്ലാം അടുക്കി വെച്ച്, കല്ലെല്ലാം ഉരുട്ടി വെച്ച് ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലാസറിനെ അവരടക്കം ചെയ്തുവെങ്കിൽ ആ ശവക്കുഴിയിൽ നിന്നും യേശു കർത്താവ് ആ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബത്തിൻ്റെതായ കണ്ണുനീരിന് ഒരു പരിഹാരം വരുത്തി, അവരുടെ നഷ്ടത്തിന് ഒരു പരിഹാരം വരുത്തി. അവരുടെ റീസ്റ്റോർ ചെയ്യാൻ കഴിയാതിരിക്കുന്ന, ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ലോകം വിധി എഴുതിയ, സമൂഹം വിധി എഴുതിയ ആ ഒരു വ്യക്തിയെ യേശു കർത്താവ് അത്ഭുതകരമായിട്ട് ആ ശവക്കുഴിയിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് ആ കുടുംബത്തെ ഏൽപ്പിക്കാനിടയായി. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന വിഷയം, ആയിരിക്കുന്ന ശൂന്യത, ആയിരിക്കുന്ന ആ ഒരു നഷ്ടത്തിന്റെ വിഷയം, ആ നഷ്ടത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വേദന കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകൾ എൻ്റെ കർത്താവിന് അറിയാം. കർത്താവ് നിന്നെ കാണുന്നു, കർത്താവ് നിന്റെ കുടുംബത്തെ കാണുന്നു, കർത്താവ് നിന്റെ കുടുംബത്തിന്റെ ആ അവസ്ഥ എന്താണെന്നുള്ളത് കർത്താവ് അറിയുന്നു. അവൻ നിനക്ക് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന ഒരു കർത്താവാണ്. ആ കർത്താവ് കരയുക മാത്രമല്ല, കർത്താവ് നിന്റെ വിഷയത്തിന് ഒരു പരിഹാരം കൂടെ വരുത്തുവാനായിട്ട് കർത്താവ് മതിയായവനാണ്. നിന്റെ കുടുംബത്തിന്റെ ആ ദുഃഖത്തിന്റെ ഒരു പരിഹാരം, ആ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം, ആ വേദനയ്ക്ക് ഒരു പരിഹാരം നൽകുവാനായിട്ട് ഇന്ന് എൻ്റെ കർത്താവ് ശക്തനാണ്, കർത്താവ് മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്കായി എൻ്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ യേശു കർത്താവ് ആർക്ക് വേണ്ടിയാണ് കണ്ണുനീർ വാർത്തത്? ദുഃഖിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി, വേദനയോടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി, എടുത്തു പറഞ്ഞാൽ വിലാപത്തോടെ ആയിരിക്കുന്ന, ഒരു മരണഭവനത്തിലായിരിക്കുന്ന ഒരു മാർത്തയ്ക്ക് വേണ്ടി, ഒരു മറിയയ്ക്ക് വേണ്ടി, അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി യേശു കർത്താവ് അവിടെ കണ്ണുനീർ വാർക്കുകയാണ്. ഇന്ന് ഒരു കുടുംബത്തെ ഓർത്ത് കർത്താവ് കരയുന്നുവെങ്കിൽ, ഒരു വ്യക്തിയെ ഓർത്ത് കർത്താവ് കരയുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും യേശു കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ കാണുന്നു. എബ്രായലേഖനം 5:7 വായിക്കുന്നു, യേശു കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി പിതാവിനോട് പ്രാർത്ഥിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തുവെന്ന് വചനം വായിക്കുന്നു. യെശയ്യാവ് 53:3 വാക്യം പറയുന്നു, അവൻ വ്യസനപാത്രമായിരുന്നു. പലപ്പോഴും യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ജീവിതത്തിന്റെ പല ശോധനകളിൽ, പല സാഹചര്യങ്ങളിൽ വ്യസനപാത്രമായി കർത്താവ് ആയിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ യേശു കർത്താവ് യോഹന്നാനിൽ ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ദുഃഖഭവനത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ സഹോദരനെ ഓർത്ത് വിലപിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി കണ്ണുനീർ വാർത്തു. അതിന് അത്ഭുതകരമായൊരു മറുപടി ദൈവത്താൽ പ്രാപിച്ചു. ആ ദുഃഖത്തിന്റെ കാരണമായിരിക്കുന്ന ലാസറിന്റെ വേർപാടിൽ ആ ലാസറിനെ തിരികെ കൊടുത്ത് കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന കുടുംബങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ളത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവമാണ്. ആ നഷ്ടം ഒരിക്കലും നികത്തുവാൻ കഴിയാതിരിക്കുന്ന ആ നഷ്ടത്തെ നികത്തുവാൻ യേശു കർത്താവ് മതിയായവനാണ്. ആ നഷ്ടം, സാമ്പത്തിക നഷ്ടം നികത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന ആ സാമ്പത്തിക നന്മ, ഒരിക്കലും തിരികെ വരികയില്ല എന്ന് വിചാരിക്കുന്ന ആ സാമ്പത്തിക നന്മ തിരികെ തരുവാനായിട്ട് കർത്താവ് ശക്തനാണ്. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, ഒരിക്കലും ഡോക്ടർ പറയട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ആ പഴയ ആരോഗ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ പഴയ ഹെൽത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ പഴയ ആ കിഡ്നി അത് സൗഖ്യമാകത്തില്ല, അത് ഡിസീസായി രോഗമായിരിക്കുന്നു. ഹാർട്ട് അത് രോഗമായിരിക്കുന്നു.
എന്ന് ഡോക്ടർമാർ പറയുമായിരിക്കാം. പക്ഷെ ദൈവമക്കളെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവം പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ഹെൽത്ത് റീസ്റ്റോർ ചെയ്യും. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ സമാധാനം നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ മക്കളെ ദൈവത്തിന്റെ കൃപയിൽ നിന്നും അകന്നിരിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് അകന്നിരിക്കുന്ന മക്കളെ അവൻ റീസ്റ്റോർ ചെയ്ത് അവൻ യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നഷ്ടങ്ങളെ മാറ്റി നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമാണ് ആ കർത്താവ്. കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ സൽപ്പരനെ അവൻ മടക്കി തരും. നിനക്ക് അവൻ മാനമുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഒരവസ്ഥയിലേക്ക് നിന്റെ ദൈവം നയിക്കും. കർത്താവ് മനസ്സലിവുള്ള കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാൾ നിന്റെ സമാധാനത്തിനായുള്ള നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണ് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയായകൊണ്ട് ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യെരൂശലേം നഗരത്തെ ഓർത്ത് യേശു കർത്താവ് നിലവിളിക്കുകയാണ്. ആ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്ദർശന കാലത്തെ ഓർത്ത്, ആ നഗരത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ ഓർത്ത്, ദൈവത്തിന്റെ ന്യായവിധിയെ ഓർത്ത് യേശു കർത്താവ് കരയുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു പട്ടണത്തിന് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന ഒരു കർത്താവ്, ഒരു ദേശത്തിന് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന ഒരു കർത്താവ്. നമുക്കറിയാം, ഈ യഹൂദന്മാർക്ക് അറിയാമായിരുന്നു ഒരു മശിഹ വരുമെന്ന്. ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മശിഹ, പാപങ്ങളെ മോചിക്കുന്ന ഒരു മശിഹ, രക്ഷകനായി വെളിപ്പെടുന്ന ഒരു മശിഹ അഥവാ ക്രിസ്തു. എന്നാൽ എന്ത് ചെയ്തു? അവർ ആ ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. പ്രവാചകന്മാർ പ്രവചിച്ചു, യെശയ്യാവ് പ്രവചിച്ചു, യിരെമ്യാവ് പ്രവചിച്ചു, പല പ്രവാചകന്മാരും, മീഖ പ്രവാചകൻ പ്രവചിച്ചു. പഴയത്തിലെ പല പ്രവാചകന്മാരും കർത്താവിന്റെ വരവിനെക്കുറിച്ച്, മശിഹയുടെ വരവിനെക്കുറിച്ച്, ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയെങ്കിലും ദൈവത്തിന്റെ മക്കളെ അതെല്ലാം ഇവർ വിസ്മരിച്ചുകൊണ്ട്, അതെല്ലാം അത് മറന്നുപോയി. അവർ യേശുവിനെ ക്രിസ്തുവായിട്ട് അറിയാതെ അവർ യേശുവിനെ ഉപദ്രവിക്കുവാനും നിന്ദിക്കുവാനും പോകുന്ന ആ ഒരു കാര്യം ഓർത്ത് കർത്താവ് പട്ടണത്തെ ഓർത്ത് കർത്താവ് കരയുകയാണ്. അവൻ നഗരത്തെ ഓർത്ത് അവൻ കരയുകയാണ്. യേശു കർത്താവ് രണ്ടാമതായിട്ട് കരയുന്നത് ഒരു നഗരത്തിന് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ ഓർത്ത്. ഇന്ന് ദൈവമക്കളെ, യേശു കർത്താവ് ഇന്ന് കരയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് യേശു കർത്താവ് കരയുന്നത് സുവിശേഷം പല പ്രാവശ്യം കേട്ടിട്ടും, യേശുവിനെ കുറിച്ച് പല പ്രാവശ്യം അറിഞ്ഞിട്ടും ആ സുവിശേഷത്തെ ഏറ്റെടുക്കുവാനോ, ആ സുവിശേഷത്തെ വിശ്വസിക്കുവാനോ, ആ സുവിശേഷത്തിന് ഫലം കൊടുക്കുവാനോ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് യേശു കർത്താവ് കരയുകയാണ്. പല പ്രാവശ്യം വചനം കേട്ടു, പല പ്രാവശ്യം ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി, പല പ്രാവശ്യം വിവിധ മുഖാന്തരങ്ങളിലൂടെ, ടി വിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കൺവെൻഷൻ യോഗത്തിലൂടെ ആയിരിക്കാം, ഉപവാസ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, ട്രാക്ട് മുഖാന്തരമായിരിക്കാം, ഏതെങ്കിലും സുഹൃത്തിലൂടെ ആയിരിക്കാം, ജീവിതത്തിന്റെ വിവിധ മുഖാന്തരങ്ങളിൽ പല സാഹചര്യങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ ഈ സുവിശേഷം കേൾക്കുവാനുള്ള അവസരം ഉണ്ടായെങ്കിലും, യേശുവിൻ്റെ വചനം കേൾക്കുവാൻ അവസരം ഉണ്ടായെങ്കിലും ആ വചനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ആ വചനം സ്വീകരിക്കാൻ കഴിയാതെ, ആ വചനം ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ ഇപ്പോഴും ആയിരിക്കുന്നുവെങ്കിൽ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ഇപ്പോഴും ആയിരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, യേശു കർത്താവ് അങ്ങനെയുള്ള മക്കളെ ഓർത്ത് യേശു കർത്താവ് കരയുകയാണ്. യെരൂശലേമേ, യെരൂശലേമേ, യെരൂശലേമിനെ ഓർത്ത് കരയുകയാണ്. കാരണം നിനക്ക് സംഭവിക്കാൻ പോകുന്ന ദൈവിക സന്ദർശനം, ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞത് മുഖാന്തരം, സുവിശേഷത്തെ അംഗീകരിക്കാത്തത് മുഖാന്തരം, ഒരു സമയത്ത് കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ അവരെല്ലാം യേശുവിനെ ആർത്തു, യേശുവിന് മഹത്വം കൊടുത്തു, അവര് അത്യുന്നതനായ ദൈവത്തെ പുകഴ്ത്തി, അവർ ഹോശന്ന പാടി, അവർ യേശുവിന് വഴി ഒരുക്കി കൊടുത്തു. യെരൂശലേമിലേക്ക് ട്രംഫൽ എൻട്രി ആയിട്ട് യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറിയ സമയത്ത് അവർ വഴിയെല്ലാം വെട്ടി, അവര് കൊമ്പുകളൊക്കെ വെട്ടിയിട്ട് അവർ ആ കഴുതപ്പുറത്തുനിന്ന കർത്താവിനെയൊക്കെ അവർ സ്വീകരിച്ചു. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു, ഇവരിപ്പോൾ എന്നെ ഹോശന്നയൊക്കെ പാടി എന്നെ സ്വീകരിക്കുന്നുവെങ്കിലും തള്ളിക്കളയുന്ന ഒരു സമയം വരും. എന്നെ ക്രൂശിക്കാൻ വേണ്ടി ആർക്കുന്ന ഒരു സമയം വരും. എന്നെ ക്രൂശിക്കാൻ വേണ്ടി ആർക്കുന്ന ഒരു സമയം വരും. എന്നെ
പീഡിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സമയം വരും. ഇവരെന്നെ റിജക്റ്റ് ചെയ്യും, ഇവരെന്നെ അവഗണിക്കും, ശിക്ഷാവിധിക്ക് കാരണമായി തീരും. ഇവർ ദൈവികമായ സന്ദർശനത്തിന് മുഖാന്തരമാകുമെന്ന് മനസ്സിലാക്കിയ കർത്താവ്, യേശു കർത്താവ് ആ ജനത്തെ ഓർത്ത്, യഹൂദന്മാരെ ഓർത്ത്, യെരുശലേം നഗരത്തെ ഓർത്ത് യേശു കർത്താവ് കരയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ അതിന്റെ 5-6 വാക്യങ്ങൾ പറയുന്നു, ചിലർ ദൈവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് അവൻ പറഞ്ഞു. യെരുശലേം ദേവാലയത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട്, അതിന്റെ കല്ലുകളും അലങ്കാരങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അന്ന് ഈ യഹൂദന്മാർ വളരെയധികം അതിനെ പുകഴ്ത്തി. അവർ ദേവാലയം ഉള്ളത് കൊണ്ട് വളരെ പ്രൈഡ്ഫുള്ളായി, ഞങ്ങൾക്ക് മനോഹരമായ ആലയമുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലയമുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുവാനായിട്ട്, യാഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് വളരെ മാർബിളൊക്കെ ഇട്ട, വളരെ മനോഹരമായ മാർബിൾസ് പതിച്ച, വില കൂടിയ സ്വർണം പതിച്ച മനോഹരമായ ദൈവാലയം ഉണ്ടെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർ പുകഴ്ത്തുമായിരുന്നു. ഒരുപക്ഷെ ദൈവത്തെക്കാൾ കൂടുതലായിട്ട്, ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ആരാധനയെക്കാളും ഭക്തിയെക്കാളും കൂടുതലായിട്ട് അവർ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചായിരുന്നു. അവർ ആലയത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു, അവർ ആലയത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും. ഈ യെരുശലേം ദേവാലയം നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരും. ഒരു കല്ല് പോലും ശേഷിക്കാതെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് പൊളിച്ചു കളയുന്ന, നശിച്ചു പോകുന്ന ഒരു കാലം വരും. പ്രിയമുള്ള കുടുംബങ്ങളെ, യേശു കർത്താവ് പറഞ്ഞ്, ഈ ദൂത് പറഞ്ഞ് ഏകദേശം 38 വർഷം കഴിഞ്ഞപ്പോൾ, AD 70, AD 32 യേശു കർത്താവ് ഈ പ്രവചനം പറയുന്നത്. ഏകദേശം AD 32-33 കാലഘട്ടത്തിലാണ് യേശു ഇത് പറയുന്നത്. അതിനുശേഷം AD 70 തീത്തോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ റോമാക്കാർ വന്ന് ഈ യെരുശലേം ദേവാലയം നശിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും, ചരിത്രം പഠിച്ചാൽ. അപ്പോൾ ഈ തീത്തോസ് വന്ന് ഈ ദേവാലയം AD 70 നശിപ്പിക്കുന്ന സമയത്ത് ഏകദേശം 11 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 97,000 യഹൂദന്മാർ, 97,000 യഹൂദന്മാർ അടിമകളാക്കപ്പെട്ടു. ഒരു വലിയ അനർത്ഥത്തിൽ കൂടി, ഒരു വലിയ ഒരു ജനോസൈഡ്, വലിയൊരു കൊലപാതകത്തിൽ കൂടി ഈ യഹൂദജനം കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒത്തിരി പേര് കൊല്ലപ്പെട്ടു, മൃഗീയമായി ആക്രമിക്കപ്പെട്ടു, അടിമകളാക്കപ്പെട്ടു. അത് മാത്രമല്ല, ഇവര് ഈ ദൈവാലയത്തിൽ അവർ നോക്കിയ സമയത്ത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുവാനിടയായി സ്വർണം ധാരാളമുണ്ട്, നല്ല മനോഹരമായ ദേവാലയമാണ്, അതിലെ വിളക്കുകൾ പലതും സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ ഈ ആക്രമണത്തിൽ ഇതിൻ്റെതായിട്ടുള്ള ആലയം മുഴുവൻ തീ പിടിച്ച്, അങ്ങനെ ഈ സ്വർണം, വിളക്കുകളൊക്കെ ഉള്ള സ്വർണമൊക്കെയും അതൊക്കെ ഉരുകുന്നൊരവസ്ഥയുണ്ടായി. ആ ഉരുകി അത് താഴേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഈ റോമാക്കാർ ഈ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ വന്ന സമയത്ത് ഈ ദൈവത്തിന്റെ ആലയം അവർ കണ്ടകത്ത് വന്ന് അവരിതിനെ വളഞ്ഞ്, അവരിതിനെ പിടിച്ച് അവരകത്ത് കയറിയപ്പോൾ ദൈവമക്കളെ അവരുടെ ഉള്ളിൽ തോന്നലുണ്ടായി. തീർച്ചയായിട്ടും ഇത്രയും ഗോൾഡ് ഈ ആലയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആലയത്തിന്റെ താഴെയും കൂടെ ഗോൾഡ് കാണും, അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ബേസ്മെന്റിലൂടെ ഗോൾഡ് കാണുമെന്നുള്ളതായിട്ടുള്ള റോങ് ഇൻഫർമേഷനിലൂടെ അവർ അതിന്റെ അടിസ്ഥാനം അവർ കുഴിക്കാൻ തുടങ്ങി. ചരിത്രമാണ്. അടിസ്ഥാനം കുഴിക്കാൻ തുടങ്ങി. അവിടെ എല്ലാം അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള പാറ കൊണ്ട്, അല്ലെങ്കിൽ പാറ കഷ്ണം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രോങ് പില്ലറായിരുന്നു, സ്ട്രോങ് അടിസ്ഥാനമായിരുന്നു. അവരെന്ത് ചെയ്തു? ഗോൾഡ് ഉണ്ട് എന്നുള്ള ചിന്തയിൽ ആ പാറമേൽ പാറ ശേഷിക്കാതെ വണ്ണം എല്ലാം കുഴിച്ചെടുത്തു. അതിനെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഡിമോളിഷ് ചെയ്ത്, കംപ്ലീറ്റ് അവർ ഡിസ്ട്രോയ് ചെയ്ത്, ഡിമോളിഷ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അവർ ദൈവാലയം തകർത്ത് കളഞ്ഞു. യേശു കർത്താവിന്റെ പ്രവചനം പോലെ തന്നെ, യേശു കർത്താവ് കരഞ്ഞതുപോലെ തന്നെ ദൈവമക്കളെ, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് അവിടെ വെളിപ്പെട്ടു. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ, സുവിശേഷത്തെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ, ദൈവരാജ്യത്തെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ആ ജഡ്ജ്മെന്റ് ആ ദേശത്തിൽ വെളിപ്പെട്ടു, യഹൂദന്മാർ വെളിപ്പെട്ടു. അവരെ ഓർത്ത് യേശു കർത്താവ് കരഞ്ഞു. അപ്പൊ ഇന്ന് ദൈവമക്കളെ, യേശു കർത്താവ് രണ്ടാമതായിട്ട് കരഞ്ഞായിട്ട് കാണുന്നതിന് വേണ്ടിയാണ്. ഒരു പട്ടണത്തിന് വേണ്ടി കരഞ്ഞു. സുവിശേഷം തള്ളിക്കളയപ്പെട്ട ഒരു സമൂഹത്തെ ഓർത്ത് കരഞ്ഞു. യേശുവിനെ അവഗണിക്കപ്പെട്ട, യേശുവിനെ റിജക്ട് ചെയ്ത ഒരു സമൂഹത്തെ ഓർത്ത് കർത്താവ് കരഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിലും കർത്താവ് അങ്ങനെയുള്ള ജനസമൂഹത്തെ ഓർത്ത്, ആരെങ്കിലും ഇതുവരെയും സുവിശേഷം കേട്ടതിനു ശേഷം മനഃപൂർവ്വമായി നിങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെങ്കിൽ, യേശുവിനെ ഞാൻ പിന്നെ സ്വീകരിക്കാം, അടുത്ത വർഷമാകട്ടെ,
അടുത്ത വർഷം യേശുവിനെ സ്വീകരിക്കാം, 2 വർഷം കഴിഞ്ഞ് സ്വീകരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജോലിയെല്ലാം കഴിയട്ടെ, റിട്ടയർമെന്റ് കഴിയട്ടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ, പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ ഓർത്ത് കരയുകയാണ്. പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സുവിശേഷത്തെ അനുസരിക്കുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയും, നിന്റെ ദിവസമാണ്, നീ ഇന്ന് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. നാളെ നമുക്കുള്ളതല്ല. യേശുവിനെ സ്വീകരിക്കാൻ അവസരം കിട്ടുമ്പോൾ, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ, കർത്താവിനെ അക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ലജ്ജിക്കേണ്ടി വരത്തില്ല. നമ്മൾ തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിലേക്ക് പോകേണ്ടി വരത്തില്ല. കർത്താവിൻ്റെ കരുണയുണ്ടാകും, കർത്താവിൻ്റെ കൃപയുണ്ടാകും. ഇവിടെ യെരുശലേമിനെ ഓർത്ത്, അവരുടെ ജഡ്ജ്മെന്റിനെ ഓർത്ത്, അവർക്ക് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ ഓർത്ത് യേശു കർത്താവ് കരഞ്ഞതായിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 50 വാക്യത്തിൽ യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇവിടെ 3-ാം പ്രാവശ്യം തിരുവചനം പഠിപ്പിക്കുന്നു, ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് കർത്താവ് പ്രാണനെ വിട്ടു. എന്തിനു വേണ്ടിയാണ് കർത്താവ് 3-ാമത് കരഞ്ഞത്? തിരുവചനം പറയുന്നു, ലോകത്തിലെ സകല ജനങ്ങളുടെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടു. നമുക്ക് വേണ്ടി പാപങ്ങൾ ചുമന്ന് ലോകത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ഇഞ്ഞായി മരിക്കുമ്പോൾ യേശു കർത്താവ് ലോകത്തിന്റെ സകല ജനങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് നിലവിളിക്കുകയാണ്. യേശു കർത്താവ് ലാസറിന് വേണ്ടി, ലാസറിന്റെ കുടുംബത്തിന് വേണ്ടി, ദുഃഖഭവനത്തിന് വേണ്ടി, ആ ലാസറിന്റെ നിര്യാണത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മാർത്തയോടും മറിയോടും കൂടെ ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി യേശു കർത്താവ് കരഞ്ഞു. യേശു കർത്താവ് 2-മതായിട്ട് യെരുശലേം പട്ടണത്തെ ഓർത്തുകൊണ്ട്, ആ പട്ടണത്തിനുണ്ടാകുന്ന ദൈവികമായ സന്ദർശനത്തെ ഓർത്തുകൊണ്ട്, അവർക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥകളെ ഓർത്തുകൊണ്ട് യേശു കർത്താവ് കരഞ്ഞു. ഇവിടെ ഇതാ കർത്താവ് ലോകത്തിലെ സകല മാനവരാശിക്കും വേണ്ടി, സകല ജാതിക്കാർക്കും വേണ്ടി, സകല ഗോത്രക്കാർക്കും വേണ്ടി, സകല വംശക്കാർക്കും വേണ്ടി, സകല ജനങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് 3 ആണിമേൽ കിടന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനം പറയുന്നു, യേശു കർത്താവ്, യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോകത്തിൽ പലരും വരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൂസിൽ മരിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. മരിക്കുന്നത് ഒരു ദൗത്യമായി കൊണ്ട്, തൻ്റെ മരണം ഒരു മിഷനായിട്ട്, ദൈവത്തിന്റെ ദൗത്യമായിട്ട് വന്ന ഏക വ്യക്തി യേശുവായിരുന്നു. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം, പിതാവ് അയച്ചത് പ്രകാരം ലോകത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടി ജീവനെ കൊടുക്കുവാനായിട്ട്, രക്തം കൊടുക്കുവാനായിട്ട്, കർത്താവ് ക്രൂശിൽ മരിക്കുവാനായിട്ട് യേശു കർത്താവ് കടന്നു വന്ന് യേശു കർത്താവ് ക്രൂശ് നിലവിളിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിടുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി യേശു കർത്താവ് നിലവിളിച്ചത്? നിന്റെ പാപങ്ങൾ മോചിച്ച് നിന്നെ രക്ഷിക്കുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിനക്ക് സ്വസ്ഥത തരുവാൻ, നിനക്ക് നിത്യജീവൻ തരുവാൻ, നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തരുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന് നീ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബത്തെ ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ശാപങ്ങളും വിട്ടുമാറി നിന്റെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നീ ആയിത്തീരുവാനായിട്ട് യേശു കർത്താവ് ക്രൂശിൽ യാഗമാകുവാനിടയായി തീർന്നു. ലോകത്തിലെ സകല ഭാഷക്കാർക്ക് വേണ്ടി, ഗോത്രക്കാർക്ക് വേണ്ടി, രാജ്യക്കാർക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, അവന്റെ 3-ാമത്തെ നിലവിളി, ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള നിലവിളി നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും സമാധാനത്തിന് വേണ്ടിയായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി അവസാനത്തുള്ള ചോര വരെയും ഞാൻ കൊടുക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് കൊടുക്കാമെന്നാണ്. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കറൻസിയേക്കാളും എല്ലാം വാല്യുബിൾ ലൈഫാണ്. ആ ലൈഫ് ഇരിക്കുന്നത് ബ്ലഡിലാണ്.
ലൈഫ് ഇരിക്കുന്നത് ബ്ലഡിലാണ്. ആ ബ്ലഡ് യേശു കർത്താവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഏകദേശം 6 ലിറ്ററോളം വരുന്ന ബ്ലഡ് ക്രൂസിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ദ ബ്ലഡ്, അവസാന തുള്ളി വരെയും നമുക്ക് വേണ്ടി ഊറ്റി നൽകി. അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിലുണ്ടായിരുന്ന ആ രക്തവും പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി നൽകി പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്തം, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള രക്തം, നമ്മളെ ദൈവത്തോട് നീതീകരിക്കുന്ന രക്തം, റോമർ 5:8-9 വാക്യങ്ങൾ പ്രകാരം നമ്മെ ദൈവത്തോട് നീതീകരിക്കുന്ന, പിതാവിനോട് നീതീകരിക്കുന്ന ആ രക്തം, മത്തായി 27:4 പറയുന്നു, നിഷ്കളങ്കമായ ആ രക്തം നമുക്ക് വേണ്ടി ഊറ്റി നൽകുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുന്ന ഒരു കർത്താവ്, പഠനത്തിന് വേണ്ടി കരയുന്ന ഒരു കർത്താവ്, ദേശത്തിന് വേണ്ടി കരയുന്ന ഒരു കർത്താവ്, അവസാനമായി മുഴു ലോകത്തിനും വേണ്ടി കരയുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇതുവരെയും യേശുവിനറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ ഓർത്ത് കരയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ ഓർത്ത് കരഞ്ഞ് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കരയുന്ന, രക്ഷയ്ക്ക് വേണ്ടി കരയുന്ന, സമാധാനത്തിന് വേണ്ടി കരയുന്ന, നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കാനിടയായിട്ട് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താനിടയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചു കർത്താവേ, യേശു കരയുന്ന 3 ഭാഗങ്ങൾ കർത്താവേ. യോഹന്നാൻ 11:35 വാക്യത്തിൽ പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു. മാർത്തയും മറിയയും ഓർത്ത് യേശു കരഞ്ഞു. ആ ദുഃഖഭവനത്തെ ഓർത്ത് യേശു കരഞ്ഞു. അവരുടെ നഷ്ടത്തെ ഓർത്ത് യേശു കരഞ്ഞു കർത്താവേ. കരയുക മാത്രമല്ല, ദൈവം ആ നഷ്ടത്തെ റിസ്റ്റോർ ചെയ്തു, ദൈവം പുനഃസ്ഥാപിച്ചു, ആ കുടുംബത്തെ അനുഗ്രഹിച്ചു കർത്താവേ. രണ്ടാമത് ഞങ്ങൾ കേട്ട് കർത്താവേ, യേശു കർത്താവ് യെരുശലേം പട്ടണത്തെ ഓർത്ത് യേശു കർത്താവ് കരഞ്ഞു. യഹൂദന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി ഓർത്ത് യേശു കർത്താവ് കരഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം AD 70 കർത്താവേ, തീത്തോസിന്റെ നേതൃത്വത്തിൽ കർത്താവേ ഒരു വലിയ സംഹാരമുണ്ടായി കർത്താവേ. 11 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 97,000 യഹൂദന്മാർ അടിമകളാക്കി മാറ്റപ്പെട്ടു. ഒരു വലിയ പീഡ അവർക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ ആലയം കർത്താവേ കൽമേൽ കല്ല് ശേഷിക്കാതെ വണ്ണം തകർക്കപ്പെട്ടായിട്ട് കാണുന്ന കർത്താവേ. യേശുവിനെ ഓർത്ത് കരഞ്ഞു കർത്താവേ. സുവിശേഷം തള്ളിയ ജനസമൂഹത്തെ ഓർത്ത്, ജഡ്ജ്മെന്റിനെ ഓർത്ത് കർത്താവ് കരഞ്ഞു കർത്താവേ. മൂന്നാമത് ഞങ്ങൾ കേട്ട് കർത്താവേ, മുഴു ലോകത്തിനും വേണ്ടി കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു കർത്താവേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, ഞരക്കത്തിന്റെ അവസ്ഥ കേൾക്കാതിരിക്കുന്നതെന്ന് നിലവിളിച്ചു കർത്താവേ. മുഴു ലോകത്തിനും വേണ്ടി കരയുന്ന ഒരു കർത്താവ് ഇന്ന് ഈ ദൈവത്തിന്റെ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സ്നേഹിച്ച യേശു, എന്നെ സൗഖ്യമാക്കിയ യേശു, എനിക്ക് സമാധാനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച യേശു, ഈ യേശുവിന് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ കർത്താവ്, ഈ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. ഏതെങ്കിലും കുടുംബം ദുഃഖത്തിലൂടെ കർത്താവ് കടന്നു പോകുന്നുണ്ടെങ്കിൽ, നഷ്ടങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സമാധാനം ആ കുടുംബങ്ങളിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതൽ, കർത്താവിൻ്റെ അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കിയാൽ സ്തോത്രം, അത്ഭുതം ചെയ്യുകയാൽ സ്തോത്രം, അനുഗ്രഹിക്കിയാൽ സ്തോത്രം, സമാധാനം അയക്കിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. ആമേൻ.